നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസ് സെഷൻസിലൂടെ നിങ്ങളുടെ ക്വയറീസൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഏകദേശം അതിലെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ പറഞ്ഞ സജഷൻസും അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം, ഇന്ന സബ്ജക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രം അല്ലാതെ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ കൂടി ചേർക്കുന്നു. ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റും അല്ലാതെ പ്രൊസീജിയേഴ്സും അതോറിറ്റീസും ഒക്കെ പറഞ്ഞപ്പോൾ ഒക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നെന്ന് തോന്നുന്നു. അപ്പം അതും നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. നമ്മുടെ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ആ പ്രോസസ്സും ഇംപ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ സെക്ഷനെങ്കിലും എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ടോപ്പിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നതാണ്? ശരിക്കും എന്താണ് ഒരു കാര്യം അത് കുറച്ചും കൂടി നന്നാവാനുണ്ട്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് പറയാം. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് പറ്റി പറയുമ്പോഴും നമ്മളൊരു ബിസിനസ് പറ്റി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ എഫ് ബി ഒ എന്ന് പറഞ്ഞാൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നാണ്. അപ്പം ആര് ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് പ്രോസസ്സോ അതിന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങുന്നെങ്കിലും ലൈസൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുന്നതാണ് ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ, ലൈസൻസിങ് അതോറിറ്റി ആയിട്ട് പറയും അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പക്ഷം ലൈസൻസ് കൊടുക്കാനുള്ള അത്രയും എലിജിബിലിറ്റി ഈ ഒരു ഫുഡ് പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ ഈ ഫുഡ് മാനുഫാക്ചറിന് ഈ പറയുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ ലൈസൻസ് കിട്ടാവുന്നതുമാണ്. അപ്പോൾ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഗ്രാൻഡിങ് ഓഫ് ലൈസൻസ് വരുന്നത് എന്താണ്? സെക്ഷൻ 31 ലൈസൻസിങ് അതോറിറ്റി ആരെന്ന് പറഞ്ഞു അല്ലേ? സെക്ഷൻ 31 പ്രകാരം ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്നാൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാമെന്നാണ്. അപ്പം അതിന് സജസ്റ്റ് ചെയ്യുന്ന, അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ആ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസിനെയാണ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസിനെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് സെക്ഷൻ 32 പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഈ 2 പാരഗ്രാഫിൽ പറയുന്നത്. ദ ആക്ട് പ്രൊവൈഡഡ് പവർ ടു ഡെസിഗ്നേറ്റഡ് ഓഫീസർ ടു ഇഷ്യൂ ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ്. അപ്പോൾ ഓർക്കേണ്ടത്, ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആര്? ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നതും ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. സെൻട്രലാണെങ്കിൽ സെൻട്രൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. ഓക്കെ, എന്തിനാണ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ്? ടുവേർഡ്സ് കറക്റ്റീവ് ആക്ഷൻ ഇഫ് ഹി ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് the food business operator, FBO, food business operator, has failed to comply with the regulation. FSSAയുടെ റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് കൊടുക്കാം. യൂഷ്വലി ബിഫോർ ദ ഇഷ്യൂവൻസ് ഓഫ് ഗ്രാൻഡ് ഓർ ലൈസൻസ് കൊടുക്കുന്നതിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പാണ് ദ ലൈസൻസിങ് അതോറിറ്റി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഈസ് റിക്വയർഡ് ടു ഇൻസ്പെക്ട് ദി യൂണിറ്റ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു ചെക്ക് ദി കംപ്ലയൻസ് ഓഫ് ദി ആപ്ലിക്കബിൾ കണ്ടീഷൻസ്. ഇഫ് നോട്ട് സാറ്റിസ്ഫൈഡ് an improvement notice may be issued in accordance to section 32 of the act. അല്ലേ, നിങ്ങൾ മിഥുനം സിനിമയിൽ കണ്ടില്ലേ, ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാനായിട്ട് വരുമ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ വരുന്നത് വേറെ ആൾക്കാരാണ്, അവിടെ ISI മാർക്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് ഒരു ലൈസൻസ് കൊടുക്കുക. അപ്പം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളില്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിന് ശുപാർശ ചെയ്യും. ആ ഇംപ്രൂവ്മെൻറ്റ് ശുപാർശ ചെയ്യുന്ന നോട്ടീസ് സെക്ഷൻ 32 പ്രകാരം കൊടുക്കും. ഇതാണ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഡെസിഗ്നേറ്റഡ് ഓഫീസർ. എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് വെരിഫിക്കേഷൻ ഇതേപോലെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ കണ്ട് പരിശോധിച്ച് ഇംപ്രൂവ്മെൻറ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇഫ് ദി ലൈസൻസിങ് അതോറിറ്റി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് then the notice may be issued in accordance to section 32 of the act. ഓക്കെ, ക്ലിയർ ആണ്? ഇനി നമ്മൾ കഴിഞ്ഞ ആ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻസിൽ അൺസേഫ് ഫുഡ് എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ മിസ്ബ്രാൻഡഡ് ഫുഡും അൺസേഫ് ഫുഡും മിക്സ് ആയി കിടന്നെന്ന് പറയാം. അപ്പോൾ അൺസേഫ് ഫുഡ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലേ. It means an article of food, nature, substance or quality so affected
ടു റെൻഡർ ഇറ്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അൺസേഫ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻജൂറിയസ് ടു ഹെൽത്ത്. നമ്മൾ ഒഫൻസും പെനാൽറ്റീസ് ഒക്കെ പഠിച്ചപ്പോൾ അൺസേഫ് ഫുഡിനുള്ള ശിക്ഷ, കോമ്പൻസേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണ്, പണിഷ്മെന്റ് കോമ്പൻസേഷനും എന്താണ് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുക. സെക്ഷൻ 59 സെക്ഷൻ 65 കോമ്പൻസേഷൻ. അപ്പം അൺസേഫ് ഫുഡ് കൺസ്യൂം ചെയ്ത് ഒരാൾക്ക് അയാൾക്ക് ഇഞ്ചുറി സംഭവിക്കുകയോ അയാൾ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം കോമ്പൻസേഷൻ ടു ബി അവാർഡ്, നഷ്ടപരിഹാരം. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അത് പിഴ അടയ്ക്കുക എന്നാണ് അർത്ഥം. കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കുക എന്നാണ്. അപ്പോൾ മാക്സിമം നഷ്ടപരിഹാരം 5 ലക്ഷം രൂപയാണ് എന്താണ് 65 സെക്ഷൻ 65 പ്രകാരം പറയുന്നത്. മറ്റൊരു പെനാൽറ്റി ആണെങ്കിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയും പിന്നെ ഓരോരോ ജയിൽ ശിക്ഷയൊക്കെ ആയിട്ട് പരാമർശിക്കുന്നു. അപ്പോൾ അൺസേഫ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇത് ടു റെൻഡർ എന്നാണ്, ഒറ്റ വാക്കല്ല, ഇവിടെ സ്പേസ് ഉണ്ട്. ടു റെൻഡർ ഇറ്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്താണ് ഇഞ്ചറി, അത് എന്തായിരിക്കണം, അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അൺസേഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഇറ്റ് സെൽഫ് ഓർ ഇറ്റ്സ് പാക്കേജ് ദെയർ ഓഫ് വിച്ച് ഈസ് കമ്പോസ്ഡ് വെയർ ഹോളി ഓർ ഇൻ പാർട്ട് പോയിസണസ് ഓർ ഡിലറ്റേറിയസ് സബ്സ്റ്റൻസസ്. വിഷാംശമുള്ളതോ ചേരാൻ പാടില്ലാത്തതും അത്രയും മോശമായൊരു കാര്യം അതിൻ്റെ പാക്കേജിനകത്തോ ആ ഫുഡിലെ ഒരു ഭാഗത്തോ മുഴുവനായിട്ടോ ഉണ്ടായിരിക്കണം. അത് ആണെങ്കിൽ ഒന്ന് അൺസേഫ് ഫുഡ്. 2 ബൈ ദി ആർട്ടിക്കിൾ ഫുഡ് ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ കൺസിസ്റ്റിംഗ് ഹോളി മുഴുവനായിട്ടോ പാർട്ടായിട്ടോ എന്താണ് ഫിൽത്തി, പ്യൂട്രിഡ്, റോട്ടൻ, എന്താണ് ഡീകമ്പോസ്, ഡിസീസ്ഡ് അനിമൽ സബ്സ്റ്റൻസ് ഓർ വെജിറ്റബിൾ സബ്സ്റ്റൻസ്. ഈ പറയുന്ന ഫുഡ് പാർട്ടിക്കിളിൻ്റെ അകത്ത് റോട്ടൻ അഴുകിയത്, ഡീകമ്പോസ് ആയത്, ഒട്ടും ഫ്രഷ് അല്ലാത്ത അസുഖം ബാധിച്ച ഒരു അനിമൽ സബ്സ്റ്റൻസോ അല്ലെങ്കിൽ വെജിറ്റബിൾ സബ്സ്റ്റൻസോ അതിനകത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ അതും അൺസേഫ് ഫുഡ് എന്ന് ഡിഫൈൻ ചെയ്യും. പിന്നെ ബൈ വെർച്യൂ ഓഫ് അൺഹൈജീനിക് പ്രോസസ് ഓർ ദി പ്രസൻസ് ഇൻ ദി ആർട്ടിക്കിൾ ഓഫ് എനി ഹാംഫുൾ സബ്സ്റ്റൻസ്. അപ്പം അൺഹൈജീനിക് പ്രോസസ്സിങ്ങിലോ പ്രസൻസ് ഓഫ് എനി ഹാംഫുൾ സബ്സ്റ്റൻസ് നമുക്ക് ദോഷകരമാകുന്ന എന്തെങ്കിലും ഹാംഫുൾ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ബൈ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ് വെദർ ഹോളി ഓർ പാർട്ട്. അതിനകത്തുള്ള ഇപ്പോൾ ക്വാളിറ്റിക്ക് ഇന്ന കാര്യം വേണം. ഇപ്പോൾ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റിനകത്ത് ആരോ റൂട്ട് എന്ന കണ്ടൻറ്റ് ഇല്ലാതിരിക്കുകയും പകരം അതിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ ഇൻഫീരിയർ ആയിട്ടോ ചീപ്പറായിട്ടോ അതുമായിട്ട് ഏകദേശം സാദൃശ്യമുള്ള സാധനം ചേർക്കുകയാണെങ്കിൽ അതാണ് ഇത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ്. പിന്നെയോ ബൈ അഡീഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഓർ ആസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്. ചേർക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ചേർക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്. പിന്നെ ബൈ ദി അബ്സ്ട്രാക്ഷൻ ഓൾ ഓർ ഇൻ പാർട്ട് ഓർ എനി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണ് അതിൻ്റെ ഒരു അബ്സ്ട്രാക്ഷൻ, അതിൻ്റെ ഒരു ഭാഗം മാത്രം, അതും അതാത് ക്വാളിറ്റിയോടുകൂടി ഉണ്ടാവണമെന്നില്ല. അത്രയും ക്വാളിറ്റി ഇല്ലാതെ തന്നെ ഒരു അബ്സ്ട്രാക്ട് ഫോമിൽ അതുണ്ടായിരിക്കും. പക്ഷേ അത് കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിന് ബൈ ദി അബ്സ്ട്രാക്ഷൻ ഹോൾ യുവർ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. പിന്നെ വിച്ച് ഈസ് നോട്ട് ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്. പിന്നെ വിച്ച് ഈസ് ഹാംഫുൾ, വിച്ച് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ്, എനി ഹാംഫുൾ സബ്സ്റ്റൻസ് ഓർ അൺഹൈജീനിക് പ്രോസസ്സിങ്ങിലൂടെയൊക്കെ വരുന്നത് അൺസേഫ് ഫുഡാണ്. പിന്നെയോ by the article being so colored, flavored, coated, powdered, polished as to damage or conceal the article or to make it appear better or greater value than it really is. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അല്ലേ? ഫുഡ്സ് അൺസേഫ് ഫുഡിൻ്റെ ഡെഫിനിഷനിൽ എന്താണ് കളേർഡ് ആയിട്ട് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് അപ്പോൾ ചേർക്കാൻ പാടില്ലാത്ത പ്രിസ്ക്രൈബ് ചെയ്യാത്ത അഡിറ്റീവ്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ ആ പൗഡർ ചെയ്യുന്ന പോളിഷ് ചെയ്യും എന്ന് വെച്ചാൽ അത് കണ്ടത് ഒറിജിനൽ കിടുക്കാച്ചി സാധനം. ഇപ്പോൾ ജിലേബി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ശരിക്കും അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കളറാണ് എന്നാണ്. ഫുഡൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്ന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ സ്മെല്ല്, പിന്നെ കളർ ഒരു അഭിവാജ്യ ഘടകമാണ്. ഇപ്പോൾ ലഡുവും ജിലേബിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളർ, അത് അഡിറ്റീവ്സ് കളറാണ് ചേർക്കും. ഈ ഓറഞ്ച് കളറും ശരിക്കും കളർലെസ് ആയിട്ടുള്ള ലഡു ഉണ്ട്, പക്ഷെ അത് കഴിക്കാനായിട്ട് നമുക്ക് അങ്ങനെ തോന്നില്ല. അപ്പം നെയ്യിൻ്റെ നിറമാണെന്ന് പറയും, പക്ഷെ അല്ലാതെ ചിലയിടത്തൊക്കെ നല്ല മഞ്ഞ അടിച്ചിരിക്കും, പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും ലഡു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, പോളിഷ് ചെയ്ത് അത് ഫ്ലേവർ കോട്ടൊക്കെ ചെയ്ത് വെക്കും, പക്ഷെ തുറന്ന് നോക്കുമ്പോൾ അത് ലഡു അല്ല എന്ന് മനസ്സിലാവും. ഇപ്പം തന്നെ നമുക്ക് ഈ എന്താണ് കളേഴ്സ്, ഇപ്പോൾ സദ്യക്കൊക്കെ ചിലവർ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ കിച്ചടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അല്ലേ, വെളുത്ത കിച്ചടി, ബീട്രൂട്ട് കിച്ചടി എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഫ്ലേവറുള്ള
ഒരു കളറുണ്ട്. അപ്പോൾ എന്താണ് തൈരിലോ അല്ലെങ്കിൽ അതിൽ തന്നെ തൈരിൽ തന്നെ ചിലപ്പോൾ എന്താണ് കുറച്ച് ആ കളർ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ കാണും. അപ്പോൾ ബീട്രൂട്ട് കിച്ചടി, അതുപോലെ മഞ്ഞ കളർ പൈനാപ്പിൾ കിച്ചടി വയ്ക്കുമ്പോൾ ആ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകും, കളറൊക്കെ ചേർന്ന് മഞ്ഞ സാധനം ഉണ്ടാകും. അത് തൈരിൽ കുറച്ചടിച്ച് കളർ ചെയ്യുമ്പോൾ പൈനാപ്പിൾ കിച്ചടി, വെറുതെ കഷ്ടപ്പെടേണ്ട എന്നർത്ഥം. അപ്പം അത്രയും ചേർത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കൂ, അല്ലാതെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫുഡ് ആർട്ടിക്കിൾസിനൊക്കെ അതിൻ്റെ പ്രത്യേക ക്വാളിറ്റിയുടെ മുഴച്ച് നിൽക്കുക എന്ന് പറയാം, അതിൻ്റെ കൂടുതലായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതും അൺസേഫ് ഫുഡാണ്. ബൈ ദ പ്രസൻസ് ഓഫ് എനി കളറിംഗ് മാറ്റർ ഓർ പ്രിസർവേറ്റീവ്സ് അതർ ദാൻ ദാറ്റ് സ്പെസിഫൈഡ് ഇൻ റെസ്പെക്ട് ദെയർ ഓഫ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിൾ ഇതിലൊന്നും നിങ്ങൾക്ക് ചേർക്കാം. പ്രസൻസ് ഓഫ് എനി കളറിംഗ് മാറ്റർ ഓർ പ്രിസർവേറ്റീവ്സ് അതർ ദാൻ ദാറ്റ് സ്പെസിഫൈഡ്. ഓക്കെ, അതർ ദാൻ ദാറ്റ് സ്പെസിഫൈഡ്. പിന്നെയോ, ആർട്ടിക്കിൾ ഹാവ് ബീൻ ഇൻഫെക്റ്റഡ് ബൈ ഓർ ഇൻവെസ്റ്റഡ് വിത്ത് വേംസ്, വീവിൾസ് ഓർ ഇൻസെക്ട്സ്, അല്ലേ? ഷഡ്പദങ്ങൾ, ഇരകൾ, പ്രാണികൾ, ഇവരെ സംബന്ധിച്ച് ഇവർ എന്താ കുത്തിവെച്ചതോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് കയറിക്കുക നമ്മൾ പൊളിച്ച് നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് ഇതൊക്കെ ഇരിക്കുന്നത്. പിന്നെ പുഴുവൊക്കെ ഉണ്ടാണെങ്കിൽ ഇപ്പോൾ ഷവർമയിലൊക്കെ എന്താണ് ചില എല്ലാ ഷവർമയിൽ ചിലരെന്താണ് ഇങ്ങനെ ആ പകുതി വെന്തതുകൊണ്ട് അതിലിങ്ങനെ പുഴുക്കളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷവർമ മാത്രമല്ല വെജിലും ഉണ്ട്. എല്ലാവരെയും നമ്മൾ കുറ്റം പറയണമല്ലോ. അപ്പോൾ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പ്രസൻസ് ഓഫ് ദാറ്റ് ഈസ് ഇൻഫെസ്റ്റഡ് വിത്ത് worms, weevils and insects. ഓക്കെ, പിന്നെ വരുന്നത് ബൈ വെർച്യൂ ഓഫ് ബീയിങ് പ്രിപ്പയർഡ് ഓർ പാക്ഡ്. ഈ ഫുഡ് പാക്ക് ചെയ്യുന്നത് ഓർ കെപ്റ്റ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻസ്. ഓക്കെ, അപ്പം എന്താണ് ഫുഡ് പ്രിപ്പറേഷൻ മിക്ക തട്ടുകടകളൊക്കെ നിങ്ങൾ നോക്കാം. സ്ട്രീറ്റ് ഫുഡ്, അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് അത് ഈറ്റ് റൈറ്റ് ഇന്ത്യയിലെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് എന്നൊരു ഇനിഷ്യേറ്റീവ് ഒക്കെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഇവർ ചെയ്യാം, അവരുടെ ഫുഡ് പ്രിപ്പറേഷൻ അല്ലെ അവർ കുക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ എന്താണ് അത്രയും ക്ലീനും അത്രയും വെൽ ഹൈജീനിക് ആയിരിക്കണമെന്ന് അവർ നോക്കാറുണ്ട്. പക്ഷേ ചിലയിടത്ത് നമുക്ക് ഇപ്പോഴും കാണാം അത്രയും ഹൈജീനിക്കൊന്നും ആയില്ല. ഓർഡറുടെ അടുത്തായിരിക്കും തട്ടുകട ഉണ്ടാവുക. മിക്ക കടകളുടെ അടുത്ത് അല്ലേ അതിൻ്റെ പ്രോപ്പറായ ഡിസ്പോസൽ നടക്കില്ല. ആഹാരം ഉണ്ടാക്കുന്ന സൈഡിൽ തന്നെ നിങ്ങൾ പലതും TV കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഈ പറയുന്ന ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഇൻസാനിറ്ററി കണ്ടീഷൻസിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് അൺസേഫ് ഫുഡാണ്. By virtue of its being misbranded or substandard food containing extraneous matter. എന്താണ് അത് മിസ്ബ്രാൻഡഡോ അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡോ എക്സ്ട്രേനിയസ് മാറ്റർ ഉള്ളതായ ഫുഡ് ഐറ്റംസ്. By virtue of containing pesticides, contaminants in excess of quantity specified by regulations. അല്ലേ, ഈ പെസ്റ്റിസൈഡ്സ് പറയുന്നത് പെസ്റ്റിസൈഡ്സ് ആക്ട് പ്രകാരം 1968 ആക്ട് പ്രകാരം അല്ലേ അതിൽ പറയുന്നത് മാത്രം ഒരു അംശമൊക്കെ അതിൽ ചേർക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പെസ്റ്റിസൈഡ് ഒരു ഫുഡും നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയെ പറഞ്ഞ ക്യാൻസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഇപ്പോൾ ഇന്നലെ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ വാട്ട് വി കൺസ്യൂം ത്രൂ അവർ ഫുഡ് ഓർ എയർ ഓർ വാട്ട് വി സ്മെൽ, ഈവൻ ദി സ്പ്രേസ് ദാറ്റ് വി യൂസ്, നമ്മുടെ പെർഫ്യൂം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ ഈ സാമ്പ്രാണിത്തിരി കത്തിക്കുന്നതാണെങ്കിൽ അതായാലും അതിൻ്റെ പുക. അപ്പോൾ എന്താണ് നാച്ചുറലായിട്ടുള്ള എല്ലാം കെമിക്കലല്ലേ, നമ്മളിങ്ങനെ കത്തിച്ച് കൊതുവിനെ ഒട്ടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പുകയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഹൈലി കാർസനിക് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ സാധനങ്ങളും നോക്കണം. അപ്പം എന്തിനും ഈ ഒരു സാഹചര്യത്തിൽ ഒരു കെമിക്കലിൻ്റെ അംശം ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടാവില്ല. അത് ലോകത്തിൽ ഇപ്പോൾ എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലെല്ലാം ഉണ്ട്. അൺലെസ് നമ്മൾ നമ്മുടേതായ ഒരു നാച്ചുറോപ്പതിയൊക്കെ പറയുന്ന പോലെ ആ രീതിയിലൊരു ജീവിതം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിക്കാനും സാധിക്കില്ല. സോ ഇറ്റ് ഹാസ് ബിക്കം എ നെസസറി ഈവിൾ അല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പോഴും അവിടെയും പറയാം ഇത്രയൊക്കെ ചേർക്കുക ഒരു പരിധി വരെ ഒക്കെ ഇത് കുഴപ്പമില്ല, ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല, എപ്പോഴും കൺസ്യൂം ചെയ്തായിരുന്നാൽ മതി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷനൊക്കെ സ്റ്റാൻഡേർഡ്സൊക്കെ ഫിക്സ് ചെയ്യും. അപ്പം അത് എന്താണ് ഇവരിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം അത് ക്വാളിറ്റി എക്സസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റി അത് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അത് അൺസേഫ് ഫുഡ് എന്ന രീതിയിൽ കൊണ്ടുവരും. ഈ പറയുന്ന പോലെ മിസ്ബ്രാൻഡഡ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഫോർ ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ, ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന ഫുഡ് ഐ തിങ്ക് ഇറ്റ്സ് സെക്ഷൻ 25 അതിൽ ഇമ്പോർട്ടിങ് ഓഫ് ഫുഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. അത് ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെന്താണ് ബൈ വെർച്യൂ ഓഫ് കണ്ടെയ്നിങ് പെസ്റ്റിസൈഡ്സ് ആൻഡ് കണ്ടാമിനൻറ്റ്സ് ഇൻ എക്സസ് ഓഫ് ക്വാണ്ടിറ്റീസ് സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ്. ഇതാണ് സെക്ഷൻ 20. ഇഫ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ട് ഓഫ് ഫുഡ്
അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഏത് സെക്ഷനാണ് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിച്ച് കളയാം. സെക്ഷൻ 25 ഈ പറയുന്നത് ഇങ്ങനത്തെ വസ്തുക്കളൊന്നും ഇമ്പോർട്ട് ചെയ്യരുതെന്ന് സെക്ഷൻ 25 ചാപ്റ്റർ 5 പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഓഫ് ഫുഡ് അല്ല, ഇമ്പോർട്ട് ഓഫ് ഫുഡ്. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ഫുഡ്. അങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസും അൺസേഫ് ഫുഡ് എന്ന് കണ്ടു. അൺസേഫ് ഫുഡ് കണ്ട ശേഷം അൺസേഫ് ആണെന്ന് കാണുകയും അത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുകയും പുള്ളിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ സെക്ഷൻ 33 പ്രകാരം പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാം. എപ്പോഴാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക? ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട സെക്ഷൻ ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ എപ്പോഴാണ് ചെയ്യാം? എനി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ FBO ഈസ് കൺവിക്റ്റഡ്, കുറ്റക്കാരനാണെന്ന് തെളിയുകയാണ്. ഇപ്പം കൺവിക്റ്റഡും അക്യൂസ്ഡും വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറ്റവാളിയെ പിടിച്ചു, കൊലപാതകത്തിലെ കുറ്റവാളിയെ പിടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? ശരിക്കും കുറ്റവാളി അല്ലെങ്കിൽ കുറ്റക്കാരൻ എന്ന് പറയുന്നത് കോടതി അയാളെ കുറ്റക്കാരനെന്ന് പറയുമ്പോൾ മാത്രമാണ് ഒരാൾ കുറ്റക്കാരനാകുക. അതുവരെ കുറ്റം അയാളിൽ മേൽ ആരോപിക്കപ്പെടുകയാണ്. അപ്പോൾ ഹി വിൽ ബി കോൾഡ് ആസ് അക്യൂസ്ഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അക്യൂസ്ഡ് പ്രസൻ്റ് ആണോ? വേറെ ഫസ്റ്റ് അക്യൂസ് എവിടെയാണ്? കോടതിയിലെ മിക്ക കാര്യങ്ങൾ നമുക്ക് കാണാം. ഇന്ന അക്യൂസ്ഡ്, കുറ്റാരോപിതൻ എന്ന് പറയും. കുറ്റാരോപിതന്മേൽ കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരൻ, കുറ്റവാളി അല്ലെങ്കിൽ കൺവിക്റ്റ് ആവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററെ കൺവിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്? ആൻഡ് ദ കോർട്ട് ബൈ ഓർ ബിഫോർ വിച്ച് ഈ സോ കൺവിക്റ്റഡ് ഈ സാറ്റിസ്ഫൈ. അപ്പം ഇയാളെ കുറ്റക്കാരൻ എന്ന് പ്രഖ്യാപിച്ച് കോടതിക്ക് ബോധ്യമാവുകയാണ് എന്ത്? ദാറ്റ് ദ ഹെൽത്ത് റിസ്ക് എക്സിസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഫുഡ് ബിസിനസ്സസ്. ഈ വ്യവസായം, ഈ ഭക്ഷണത്തിൻ്റെ വ്യവസായം സംബന്ധിച്ച് ആരോഗ്യപരമായ ത്രട്ട് നിലനിൽക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ കോടതി എന്ത് ചെയ്യും? ആഫ്റ്റർ ഗീവിങ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. ഈ പറയുന്ന ഇയാൾ നടത്തുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഇപ്പം എന്താണ്, ഒരു പായസക്കട നടത്തുകയാണ്. ഇത് അത്ര ഹൈജീനിക് ആയിട്ടുള്ളത് അൺസേഫ് ആയിട്ടുള്ള കണ്ടൻറ്റിൽ ചേർക്കുന്നുണ്ട്. അത്രയും രുചി വരാനായിട്ടും ഫ്ലേവേഴ്സ് വ്യത്യാസം, ഒരു കോമ്പറ്റീഷൻ രുചി വ്യത്യാസമൊക്കെ വരാനായിട്ട് അത്രയും അത്ര ചേർക്കാൻ പാടില്ലാത്ത കെമിക്കൽസൊക്കെ ചേർത്ത് ഇത് ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ആ കോടതിക്ക് ഇത് ബോധ്യമാവുകയാണെങ്കിൽ ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് എന്തെങ്കിലും ഇതിനു മേൽ പറയാനുണ്ടോ എന്ന് കേട്ട ശേഷം എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോസ് ദി ഫോളോയിങ് പ്രൊഹിബിഷൻ. ഇനി പറയാൻ പോകുന്ന പ്രൊഹിബിഷൻസ്, നിരോധനം ഏർപ്പെടുത്താം. പ്രൊഹിബിഷൻ നിരോധിക്കുന്ന ഫോട്ടോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോട്ടോഗ്രാഫി ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ആദ്യം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കുറ്റവാളിയാണ് തെളിഞ്ഞു. അപ്പോൾ കോടതിക്ക് അതുമാത്രമല്ല, കോടതിക്ക് ബോധ്യമാവുകയാണ് അദ്ദേഹം ബിസിനസ് ചെയ്തിരുന്ന ഫുഡ് പ്രോസസ്സ് അത് ആരോഗ്യപരമായിട്ട് ഹെൽത്ത് റിസ്ക് ഉള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് പറയാനുള്ള കാര്യവും കൂടി കേട്ട ശേഷം ഒരു പ്രൊഹിബിഷൻ ഓർഡർ ഇമ്പോസ് ചെയ്യാം. എന്തൊക്കെയാണ് പ്രൊഹിബിഷൻ ഓർഡർ നോക്കാം. എ പ്രൊഹിബിഷൻ ഓൺ ദ യൂസ് ഓഫ് പ്രോസസ് ഓർ ട്രീറ്റ്മെൻറ്റ് ഫോർ ദി പർപ്പസസ് ഓഫ് ഫുഡ് ബിസിനസ്. ഈ ഭക്ഷണ വ്യവസായം ഇപ്പോൾ ഈ പെർട്ടിക്കുലറായ ഫുഡ് ആർട്ടിക്കിളിൻ്റെ ഒരു ഫുഡ് ബിസിനസ്സിൻ്റെ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രോസസ്സുകൾ നിരോധിച്ചുകൊണ്ടോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഫർദർ പ്രോസസ്സുകളെയൊക്കെ നിരോധിച്ചുകൊണ്ടൊരു ഓർഡർ കൊടുക്കാം. പിന്നെ എ പ്രൊഹിബിഷൻ ഓൺ ദ യൂസ് ഓഫ് പ്രൊമൈസസ് ഓർ എക്വിപ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ഫുഡ് ബിസിനസ് ഓർ എനി അതർ ഫുഡ് ബിസിനസ് ഓഫ് ദി സെയിം ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ. എന്താണ് ഇയാൾ ഈ ബിസിനസ് ചെയ്യാൻ ഉപയോഗിച്ച ആ സ്ഥലം, പ്രിമൈസസ്, ആ പ്രിമൈസസിൽ ഇനിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്താ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളോ അതിനൊക്കെ നിരോധിച്ചുകൊണ്ട് അതിന് ഉപയോഗമോ അവിടെ എന്തെങ്കിലും ഇതുപോലെ സംബന്ധിച്ചുള്ള ബിസിനസ് തുടരാനോ ഉള്ള കാര്യങ്ങൾ നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവ്. പിന്നെ എ പ്രൊഹിബിഷൻ ഓൺ ദ യൂസ് ഓഫ് പ്രിമൈസസ് ഓർ എക്വിപ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എനി ഫുഡ് ബിസിനസ്. ഏത് ഫുഡ് ബിസിനസ് ആയാലും
ഇത് മോളാണെങ്കിൽ എനി അതർ ഫുഡ് ബിസിനസ് ഓഫ് ദ സെയിം ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. ഇത് എനി ഫുഡ് ബിസിനസ്, ഏത് ഫുഡ് ബിസിനസ്സിലപ്പോൾ ഇതൊരു ഹെൽത്ത് റിസ്കി ആണെന്ന് മനസ്സിലാകുകയും ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട ശേഷം പറയാണ് അവിടുത്തെ ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ആ സ്ഥലത്ത് ഇനി പറഞ്ഞ ബിസിനസ് ചെയ്യാൻ പാടില്ല, അതിനെ നിരോധിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ആ വസ്തുക്കൾ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പാടില്ല, നിരോധിച്ചുകൊണ്ടുള്ള പ്രൊഹിബിഷൻ ഓർഡർ നൽകാം. 3, 2. പിന്നെ കോർട്ട് മേ സാറ്റിസ്ഫൈഡ് on being satisfied is necessary so to do by an order impose a prohibition on the food business operator participating in the management of any food business. മാത്രവുമല്ല പിന്നെയും ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഫർദർ ആയിട്ട് ഇനി അവനൊരു ബിസിനസ് ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ചെയ്യാനുള്ള അതും നിരോധിക്കാനുള്ള, ഇയാൾക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം ഫുഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ഫുഡ് ബിസിനസ് പ്രോസസ്സിങ്ങോ മാനുഫാക്ചറിങ്ങോ സ്റ്റോറേജോ സെല്ലിങ്ങോ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രൊഹിബിഷൻ ഓർഡർ ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനെതിരെ നൽകാൻ കോടതിക്ക് ഈ പറയുന്ന പ്രൊഹിബിഷൻ ഓർഡർ പ്രകാരം സാധിക്കും. ആസ് സൂൺ ആസ് പ്രാക്ടീസബിൾ ഓർ പ്രാക്ടിക്കബിൾ ആഫ്റ്റർ മേക്കിംഗ് ഓഫ് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ 1. ഏത് നമ്മൾ നേരത്തെ കണ്ട സെക്ഷൻ 33 നേരത്തെ നമ്മൾ കുറേ പോയിന്റ്സ് കണ്ടില്ലേ, ആ നിയമങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഇത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ദ പ്രൊഹിബിഷൻ ഓർഡർ എന്താണ്, ഇത് മനസ്സിലാക്കി. ഇങ്ങനെ ഒരു പ്രൊഹിബിഷൻ ഓർഡർ കൊടുത്ത ശേഷം ദ കൺസേൺഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യണം, സർവേ കോപ്പി ഓഫ് ദി ഓർഡർ ടു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. അപ്പോൾ കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കേൾക്കുന്ന കോടതി ഇങ്ങനൊരു ഓർഡർ ഇടുമ്പോൾ ആ ഓർഡറിൻ്റെ കോപ്പി ആരാ സെർവ് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുക്കേണ്ടത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഈ നേരത്തെ സെക്ഷൻ 33 ഉപവകുപ്പ് 1 ഉപവകുപ്പ് 2 പറയുന്ന രീതിയിൽ കോടതി എന്താണ് ഉത്തരവുകൾ നൽകുകയാണെങ്കിൽ, നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ കോപ്പി ഫുഡ് സേഫ്റ്റി ഓഫീസർ ആർക്ക് കൊടുക്കണം, ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുക്കണം. സർവേ കോപ്പി ഓഫ് ദി ഓർഡർ ഓൺ ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. ഇൻ ദ കേസ് ഓഫ് ആൻ ഓർഡർ under subsection 1 affix the copy of the order at the conspicuous place. ഇപ്പം എന്താണ്, ഈ സ്ഥലത്ത് ഭക്ഷണ വ്യവസായമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അയാൾക്കൊരു കോപ്പി കൊടുക്കുകയും അയാൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത്, ആ പ്രിമൈസസിൽ അവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത്, കോൺസ്പീക്വസ് എന്നാണ് അർത്ഥം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ആ നോട്ടീസ് പതിപ്പിക്കും. നമ്മൾ വീടൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോഴല്ലോ ബാങ്ക് ജപ്തി നോട്ടീസൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ പതിക്കും. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നിടത്തല്ലേ പതിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ആരും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും കൊണ്ട് പതിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം എവിടെയും തന്നെ ഇയാൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന പ്രിമൈസസിൻ്റെ അടുത്തോ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സിനായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഓർഡർ, ഈ പ്രൊഹിബിഷൻ ഓർഡർ അവിടെ പതിക്കണം, അല്ലെങ്കിൽ പതിപ്പിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് എനി പേഴ്സൺ ഹു knowingly contravenes such an order shall be guilty of an offence and be punishable with a fine which may be extended to 3 lakhs rupees. ഇപ്പോൾ ഈ ഓർഡർ, കോടതിയുടെ ഈ ഉത്തരവുകൾ അറിഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനൊരു പ്രൊമൈസസിൽ ഈ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വിലക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും അവിടെ ഈ പറയുന്ന വ്യവസായങ്ങൾ നടത്തുകയാണെങ്കിൽ അയാൾക്ക് 3 ലക്ഷം വരെ പിഴ ശിക്ഷയാണ് ഉള്ളത്. ബി ഇമ്പോസ്ഡ്, ബി ഗിൽറ്റി ഓഫ് ആൻ ഒഫൻസ് ആൻഡ് ബി പണിഷബിൾ വിത്ത് എ ഫൈൻ വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു 3 lakh rupees ആണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 33 പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പണിഷ്മെൻറ്റ് വിച്ച് എക്സ്റ്റെൻഡ് ടു 3 lakhs. എപ്പോഴാണ് കോടതിയുടെ നിരോധന ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അവിടെ അയാൾ ബിസിനസ്സുകൾ തുടരുകയാണെങ്കിൽ ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനെതിരെ എന്താണ് 3 ലക്ഷം രൂപ പിഴ ഈടാക്കാവുന്നതാണ് എന്ന് സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ പ്രകാരം പറയുന്നു അല്ലേ. അപ്പോൾ ആദ്യം എന്താണ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ്, ആദ്യം 31 ലൈസൻസ് രജിസ്ട്രേഷൻ, 32 ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ്, 33 പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ വരുന്നത് കൺസേൺ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷാൽ വിത്ത് ദി അപ്രൂവൽ ഓഫ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ടു എഫക്ട് ദാറ്റ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഹാസ് taken sufficient measures justifying the lifting of the prohibition order within 7 days of being satisfied on an application made by the food business operator for a certificate or the said officer shall. എന്താണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഹിബിഷൻ ഓർഡർ വന്നു, അതിന് ശേഷം എന്താണ്
ഈ നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, ഇത് എന്താണ് ഞാൻ എടുത്ത ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും ഒരു പ്രൊഹിബിഷൻ എന്ന രീതിയിലേക്ക്, ഒരു അൺസേഫ് ഫുഡ് എന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എന്താണ് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് എനിക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാനായിട്ടുള്ള എന്താണ് പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്ത് തരണം, ഈ നിരോധന ഉത്തരവ് മാറ്റിയെടുക്കണം. ഇപ്പം അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യുക, ഇപ്പം നമ്മുടെ വസ്തു ജപ്തി ചെയ്ത് വെച്ചിരിക്കുക, അപ്പം അറ്റാച്ച് ചെയ്യുന്നതല്ലേ, അപ്പം ആ ജപ്തി വിടുതൽ എന്ന് പറയും അല്ലേ, അപ്പം ജപ്തി മാറ്റുക. അതേപോലെ ഈ പ്രൊഹിബിഷൻ ഓർഡർ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പം കൺസേൺഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ അപ്രൂവൽ വഴി ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. എന്താണ് ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഹസ് ടേക്കൻ സഫിഷ്യൻറ്റ് മീൻസ് ജസ്റ്റിഫൈങ്. അപ്പം ഈ ഓർഡർ വന്ന ശേഷം അല്ലെ ഓർഡറിനെ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അതീവ ശ്രദ്ധയൊക്കെ ചെലുത്തിയിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തതെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ ബോധ്യപ്പെടുത്തി. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡെസിഗ്നേറ്റഡ് ഓഫീസറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ആ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അപ്രൂവൽ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, ഈ പ്രൊഹിബിഷൻ നിരോധന ഉത്തരവ് വിടുതൽ ചെയ്യാൻ, ലിഫ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. എപ്പോഴാണ് കൊടുക്കുക? വിത്തിൻ 7 days of his being satisfied on an application made by the food business operator for such a certificate or the set of operator for a such a certificate. ഇതുവരെ നമുക്ക് ആദ്യം വായിക്കാം. അപ്പോൾ എന്താ, ഇപ്പം ഇങ്ങനെ പ്രൊഹിബിഷൻ ഓർഡർ വന്നു, ഇപ്പം ഇങ്ങനെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പം അന്ന് വന്ന ശേഷം 7 ദിവസത്തിനുള്ളിൽ ഒരു ആപ്ലിക്കേഷന് കൊടുക്കുകയാണ്, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കൊടുക്കുകയാണ്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓർഡർ വന്ന് അവിടെ എല്ലാം പരിശോധിക്കുമ്പം ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഓക്കെ, ഇയാൾ വേണ്ട മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇയാളെ നിരോധന ഉത്തരവ് വിടുതൽ ചെയ്യാം, മാറ്റാം. ആ രീതിയിൽ എന്താണ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ അപ്രൂവലോടുകൂടി ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്താണ് വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഫോർ ലിഫ്റ്റിംഗ് ദി പ്രൊഹിബിഷൻ ഓർഡർ എന്ന് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഓർ ദി സെഡ് ഓഫീസർ ഷാൽ ഡിറ്റർമിൻ നിർണയിക്കുക എന്ത് ആസ് സൂൺ ആസ് ഈസ് റീസണബിളി പ്രാക്ടിക്കബിൾ ആൻഡ് ഇൻ എനി ഇവൻറ്റ് വിത്തിൻ 14 days വെദർ ഓർ നോട്ട് ഹീ ഈസ് സോ സാറ്റിസ്ഫൈഡ് ആൻഡ് if he determines that if he is not satisfied, give notice to the food business operator of the reasons for that determination. ഇപ്പോൾ 7 ദിവസത്തിനുള്ളിൽ കണ്ട് പരിശോധിച്ച് അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ആസ് സൂൺ ആസ് റീസണബിൾ പ്രാക്ടിക്കബിൾ. എന്താണ് 7 ദിവസത്തിനകം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആപ്ലിക്കേഷൻ കൊടുക്കാം, അത് കൊടുക്കണം. എന്നിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യണം? അപ്പം അത് കണ്ടിട്ട് 7 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ഓക്കെ ഇയാൾ പറഞ്ഞ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ പറഞ്ഞ് എന്താണ് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ആണ്, ഇയാൾക്കുള്ള പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാം. അല്ല, ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് തീരുമാനമായാലും 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇഫ് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഗീവ് നോട്ടീസ് ടു ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഓഫ് ദ റീസൺ ഫോർ ദാറ്റ് ഡിറ്റർമിനേഷൻ. എന്തുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എന്തുകൊണ്ടാണ് പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർണയത്തിലേക്ക് എത്തിയതെന്നതിൻ്റെ റീസൺ ഉൾപ്പെടെ വെച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ കൊടുക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് ദ പ്രൊഹിബിഷൻ ഓർഡർ ഷാൽ സീസ് ടു ഹാവ് എഫക്ട് upon the court being satisfied on application made by the food business operator not less than 6 months after the prohibition order has been imposed or passed, that the food business operator has taken sufficient measures justifying the lifting of the prohibition orders. അപ്പം പ്രൊഹിബിഷൻ ഓർഡർ എങ്ങനെ കൊടുക്കുന്നു എന്ന് മനസ്സിലായി, എങ്ങനെ ലിഫ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇത് പ്രൊഹിബിഷൻ ഓർഡർ വന്ന ശേഷം 7 ദിവസത്തിനകം ആപ്ലിക്കേഷൻ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് കൊടുത്ത് ഡെസിഗ്നേറ്റഡ് ഓഫീസറുടെ അപ്രൂവൽ വഴി അത് ചെയ്യാം. ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വഴി അപ്രൂവൽ കിട്ടി, ഫുഡ് സേഫ്റ്റി ഓഫീസർ അങ്ങനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഈ ബാൻ, ഈ പറഞ്ഞ പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും. അഥവാ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നൊരു ഡിറ്റർമിനേഷനിൽ എത്തുകയാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ നോട്ടീസ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുക്കാം. വേറെ രീതിയിൽ കോടതി ഈ നിരോധന ഉത്തരവ് കൊടുത്ത ശേഷം എന്താണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ട് 6 മാസത്തിനുള്ളിൽ ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കോടതി മുമ്പാകെ ഒരു അപേക്ഷ കൊടുക്കുകയാണ്. എന്ത്? ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ത് ഞാൻ ഹാസ് ടേക്കൺ സഫിഷ്യൻറ്റ് മെഷേഴ്സ് ജസ്റ്റിഫയിങ് ദി ലിഫ്റ്റിംഗ് ഓഫ് പ്രൊഹിബിഷൻ ഓർഡർ. അപ്പോൾ എന്താണ് ഈ പ്രൊഹിബിഷൻ ഓർഡറിൽ
മാറ്റാനായിട്ട് വേണ്ട സത്വര നടപടികൾ അല്ലേ, വേണ്ട നടപടികളൊക്കെ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം പ്രൊഹിബിഷൻ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആ പ്രൊഹിബിഷനൊക്കെ മാറ്റണം. കോടതി ദയവായിട്ട് ഈ പ്രൊഹിബിഷനൊക്കെ മാറ്റിത്തരണം. കാരണം ഈ പ്രൊഹിബിഷൻ വന്ന ശേഷം ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ടേക്കൺ സഫീഷ്യൻറ്റ് മെഷേഴ്സ് ഇൻ ജസ്റ്റിഫൈയിങ് ദി ലിഫ്റ്റിംഗ്. അപ്പോൾ ഞാൻ വേണ്ട കാര്യങ്ങൾ വേണ്ട ശ്രദ്ധയോടുകൂടി വേണ്ട നിയമപ്രകാരം ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതൊക്കെ പാലിച്ച് അതിലെ റൂൾസും ലോയും ഒക്കെ പാലിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ദയവായി എൻ്റെ ഈ നിരോധന ഉത്തരവ് പിൻവലിക്കണമെന്ന് ഒരപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയിൽ കോടതി സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ദ പ്രൊഹിബിഷൻ ഓർഡർ ഷാൽ സീസ് ടു ഹാവ് എഫക്റ്റ്. സീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാവറ്റ്. സീസ് ടു എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇല്ലാതായി, ഓർഡറിന് സാധുത ഇല്ലാതെയാവും. പ്രൊഹിബിഷൻ ഓർഡർ അതിന് വാലിഡിറ്റി അവിടെ അവസാനിക്കും എന്നാണ് പറയുന്നത്. പ്രൊഹിബിഷൻ ഓർഡറിന് പിന്നെ സാധുതയില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് സാധിച്ചു. അതുകൊണ്ട് പ്രൊഹിബിഷൻ ഓർഡർ ഷാൽ സീസ് ടു ഹാവ് എഫക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഈ സെക്ഷൻ 6 വേറെ സെക്ഷനില്ല, സെക്ഷൻ 33 സബ്സെക്ഷൻ 6 പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ കോടതി ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കോടതി ഈ ആപ്ലിക്കേഷന് മേൽ എന്താണ് ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കൊടുത്ത ആപ്ലിക്കേഷന് മേൽ ഒരു നോട്ടീസ് കൊടുക്കണം, ഒരു ഡയറക്ഷൻസ് നിർദ്ദേശം ആർക്ക് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുക്കണം. പക്ഷേ ആ കോടതി അങ്ങനെ നിർദ്ദേശം കൊടുക്കണമെങ്കിൽ പ്രൊഹിബിഷൻ ഓർഡർ വന്നതിന് 6 മാസത്തിനുള്ളിൽ ഈ ആപ്ലിക്കേഷൻ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓർഡർ വന്നതിന് ശേഷം വന്നതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന കോടതിയിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് ഇവിടെ ഓർക്കണം. ആദ്യം കോടതി കൊടുക്കണമെങ്കിൽ കോടതിയിൽ പ്രൊഹിബിഷൻ ഓർഡർ വന്നു, ആ പ്രൊഹിബിഷൻ ഓർഡർ വന്നതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം പ്രൊഹിബിഷൻ ലിഫ്റ്റ് ചെയ്തതായിട്ട്. അതിന് ഒരു ആപ്ലിക്കേഷൻ 7 ദിവസത്തിനകം കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ ആപ്ലിക്കേഷൻ 7 ദിവസത്തിനകം കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ കൊടുത്ത ദിവസം മുതൽ 3 മാസത്തിനകം എന്ത് ചെയ്യണം? within 3 months after the making by the food business operator of a previous application for such a direction. അപ്പം അത് തൊട്ട് 3 മാസത്തിനുള്ളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? കോടതിയെ മുഖാന്തരം എത്തണം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഈ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം പ്രീവിയസ് ആപ്ലിക്കേഷൻ ഫോർ സച്ച് എ ഡയറക്ഷൻ പ്രകാരം within 3 months after making by the food business operator of such a application for such a direction. നേരത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് തൊട്ട് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? ഈ കോടതിക്ക് ഡയറക്ഷൻസ് കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം 6 മാസത്തിനുള്ളിൽ കോടതിക്ക് ഡയറക്ഷൻസ് കൊടുക്കും. എന്താണ്? ആപ്ലിക്കേഷൻ പ്രൊഹിബിഷൻ ഓർഡർ വന്നിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കോടതിയിൽ ആപ്ലിക്കേഷൻ 6 മാസത്തിനുള്ളിൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കൊടുക്കുകയാണെങ്കിൽ കോടതിക്ക് ഡയറക്ഷൻസ് കൊടുക്കാം. 1. 2 ഉദ്ദേശിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ അങ്ങനെ ഒരു പ്രയറായിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലേ, നേരത്തെ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ആ ആപ്ലിക്കേഷൻ പ്രകാരം പക്ഷേ 3 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഡയറക്ഷൻസിനായിട്ട് കൊടുത്തിട്ട് പ്രീവിയസ് ആപ്ലിക്കേഷൻ ഫോർ സച്ച് എ ഡയറക്ഷൻ എന്ന് പറയണം. അപ്പോൾ within 3 months after making by the food business operator of a previous application for such a direction എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് 6 മാസത്തിൻ്റെ കാര്യമാണ് വരുന്നത്. അടുത്തത് സെക്ഷൻ 34 ആണ്. സെക്ഷൻ 34 എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസസ് ആൻഡ് ഓർഡേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ സെക്ഷൻ 33 എന്താണ് എന്നറിഞ്ഞിരിക്കുക. സെക്ഷൻ 33 പ്രൊഹിബിഷൻ ഓർഡർ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓർഡർ എന്താണ്, ആരൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, ആദ്യത്തെ 2 കാര്യങ്ങൾ, ഫസ്റ്റ് 2 സെക്ഷൻസ് എങ്ങനെയാണെന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക മാത്രം ചെയ്താൽ മതി.
കേട്ടോ. അതിൻ്റെ ആ ഒരു സെക്ഷൻ അറിഞ്ഞിരിക്കുക, അതിൻ്റെ പേര്, പ്രൊഹിബിഷൻ ഓർഡർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, കോടതി ഇഷ്യൂ ചെയ്യുന്നത് കാര്യം ഓർക്കുക. അതിന് സർട്ടിഫിക്കറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആർക്കാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിനാണ് സാധിക്കുക എന്ന് പറയുന്നു. അത് ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ അപ്രൂവലോട് കൂടിയാണ് അത് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. 7 ദിവസത്തിനുള്ളിൽ പ്രൊഹിബിഷൻ ഓർഡർ വന്ന ശേഷം 7 ദിവസത്തിനുള്ളിൽ അവിടെ കൊടുക്കണമെന്ന് പറയുന്നു. രണ്ടാമത് കോടതിയുടെ മുമ്പിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് വിധി വന്ന ശേഷം 6 മാസത്തിനുള്ളിൽ എന്താണ് ഈ പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യണമെന്ന ഡയറക്ഷൻ തരാനായിട്ട് കോടതിക്ക് മുമ്പാകെ കൊടുക്കാൻ സാധിക്കും. അല്ല, നേരത്തെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരു പ്രയറായിട്ട് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിലും എന്താണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡയറക്ഷൻസ് വേണമെന്ന രീതിയിൽ ഈ പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ കോടതി എന്ത് ചെയ്യാം, കോടതിക്കത് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 6 മാസവും 3 മാസം തമ്മിലുള്ള വ്യത്യാസം. 3 മാസം വരുന്നത് എന്താണ്, അത് നേരത്തെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ബേസിൽ 3 മാസത്തിനുള്ളിൽ എന്താണ് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വേണമെന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ രീതിയിലും പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 34 എന്ന് പറയുന്നത് എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസസ് ആൻഡ് ഓർഡേഴ്സ് ആണ്. ഇഫ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ സാറ്റിസ്ഫൈഡ് എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസ്, നേരത്തെ പ്രൊഹിബിഷൻ നോട്ടീസ് പറഞ്ഞു, എമർജൻസി അടിയന്തരമായിട്ട് നിരോധിക്കണം എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്ന ആരാ, ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ is satisfied that the health risk condition exists with respect to any food business, he may, after a notice served to the food business operator, emergency prohibition notice, apply to the Commissioner of Food Safety for imposing the prohibition. എന്ത് ചെയ്യും, ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് ആർട്ടിക്കിളിന് ഒരു ഹെൽത്ത് റിസ്ക് കണ്ടീഷനുണ്ട്, അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഉൽപ്പാദനം, ഇതിൻ്റെ പ്രോസസ്സിങ്, ഇതിൻ്റെ മാനുഫാക്ചറിങ്, ഇതിൻ്റെ വിൽപ്പനയൊക്കെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ഒരു എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് എന്താണ് ഇത് പ്രൊഹിബിഷൻ ഇമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ശുപാർശ കൊടുക്കാം. എപ്പോഴാണ്, ആഫ്റ്റർ സർവിങ് എ നോട്ടീസ് ടു ദി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. അപ്പം ഹെൽത്ത് റിസ്ക് കണ്ടീഷൻ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഐഡൻറ്റിഫൈ ചെയ്തു, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുടെ അവിടെ അല്ലെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു നോട്ടീസ് കൊടുത്തു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ഈ പറഞ്ഞ പദാർത്ഥങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷനും ഡെസിഗ്നേറ്റഡ് ഓഫീസർ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് നോട്ടീസസ് വരും. ഇഫ് ദ കമ്മീഷണർ ഓഫ് ഫുഡ് ഈസ് സാറ്റിസ്ഫൈഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് ആൻ ഓഫീസർ. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നോക്കുകയാണ്, നമ്മുടെ ജാഫർ മാലിക് നോക്കിയപ്പോൾ പറയുന്നു ഓക്കെ, പറയുന്നതിൽ കാമ്പുണ്ട്, കാര്യമുണ്ട്, അപ്പോൾ ഹെൽത്ത് റിസ്ക് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണ്. അപ്പം അത് പ്രകാരം എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കും. നേരത്തെ എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസ് കൊടുക്കുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസർ, എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ഇവിടെ കൊടുത്തത് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ. Designated officer shall not apply for an emergency prohibition order unless at least 1 day before the date of application he has served a notice on the food business operator of the business of his intention to apply for the order. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ എമർജൻസി അടിയന്തരമായൊരു നിരോധന ഉത്തരവിന് വേണ്ടി ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ മുമ്പിൽ അപേക്ഷിക്കരുത്. എപ്പോഴാണ്? അറ്റ്ലീസ്റ്റ് 1 day before the date of application he has served the notice. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിനും ഒരു നോട്ടീസ് കൊടുക്കണം അല്ലേ? നോട്ടീസ് കൊടുത്തിട്ട് എന്താണ്, ഒരു ദിവസം അടുത്ത ദിവസം തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് അങ്ങനെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 day before the date of the application he has served the notice on the business operator ഓഫ് ദ ബിസിനസ് ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു അപ്ലൈ ഫോർ ദി ഓർഡർ. എന്താണ്, ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു നോട്ടീസ് സർവേയും ആ ദിവസം തന്നെ ആപ്ലിക്കേഷൻ ഇടാൻ സാധിക്കുകയില്ല. അപ്പോൾ ആദ്യം നോട്ടീസ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് കൊടുത്ത ശേഷം അടുത്ത ദിവസം എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് മുമ്പിൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കും. ഈ ഫുഡ് സേഫ്റ്റി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. പ്രൊഹിബിഷൻ ഓർഡർ ഉത്തരവ് പുറപ്പെടുവിക്കണം. അതിനു മുമ്പ് ഈ നോട്ടീസ് ഒരു ദിവസം മുമ്പെങ്കിലും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ
ഇതിനു വേണ്ടി എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ പുറപ്പെടുവിക്കാനുള്ള ആപ്ലിക്കേഷൻ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം പ്രൊഹിബിഷൻ ഓർഡർ വന്നാൽ ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഷാൽ റിക്വയർ ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ വന്നാൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് എന്ത് ചെയ്യണമെന്നാണ്? ഷാൽ റിക്വയർ ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ ടു സെർവ് എ കോപ്പി ഓഫ് ദി ഓർഡർ ഓഫ് ദ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഓഫ് ബിസിനസ്. അപ്പോൾ ഇങ്ങനൊരു ഓർഡർ പുറപ്പെടുവിച്ചാൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫുഡ് സേഫ്റ്റി ഓഫീസർ പറയും, ഈ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ഈ അടിയന്തരമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആർക്ക് കൊടുക്കണം? FBO ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കണം. പിന്നെ അഫിക്സ് എ കോപ്പി ഓഫ് ഓർഡർ അറ്റ് കോൺസ്പീക്യൂസ് പ്ലേസ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഈ കോപ്പി ഓഫ് ദ ഓർഡർ പ്രദർശിപ്പിക്കുക. സോ നോൺ സച്ച് പ്രൊമൈസസ്. പിന്നെ ഈ പറയുന്ന കാര്യമായി ആര് ഈ പറയുന്ന കാര്യത്തിൽ പ്രൊമൈസസിൽ എന്താണ് നിരോധിച്ചുള്ള ഉത്തരവ് നിലനിൽക്കുക തന്നെ ആരിതിനെതിരായിട്ട് ഈ പറയുന്ന ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അവർക്കെന്താ ശിക്ഷ? ഷാൽ ബി പണിഷബിൾ, ഇറ്റ് ഈസ് എൻ ഒഫൻസ്, ബി ഗിൽറ്റി ഓഫ് എൻ ഒഫൻസ് ആൻഡ് ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years ആൻഡ് വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 lakh rupees. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ബാക്കി നോട്ടീസ് പറഞ്ഞപ്പോൾ 3 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. ഇവിടെ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ആര് പ്രവർത്തിക്കുന്നു അയാൾ കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കുകയും അയാൾക്ക് 2 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ 2 ലക്ഷം രൂപ പിഴയും കൂടി ശിക്ഷയായി ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ വരുന്നത് സെക്ഷൻ 34. പ്രൊഹിബിഷൻ ഓർഡർ സെക്ഷൻ 33. എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസ് ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സെക്ഷൻ 34. അത് രണ്ടും മാറിപ്പോകരുത് മാത്രം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഇത് കാലാവധി തീരെ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം? എപ്പോഴാണ് സീസ് ടു എക്സിസ്റ്റ്, എപ്പോഴാണ് ഇല്ലാതാകുന്നത്, അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാകുന്നത്? ഇഫ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓഫ് എന്താണ് ഇഷ്യൂ ബൈ ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓഫ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് എഫക്ട് ദാറ്റ് he is satisfied that a food business operator has taken sufficient measures for justifying the lifting of such order. അപ്പം എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ കൊടുത്തു, അതിനുശേഷം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ അതിന് വേണ്ട നടപടികളൊക്കെ എടുത്ത് ഈ ഓർഡർ ലിഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് ബോധ്യപ്പെട്ടാൽ, ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ബോധ്യപ്പെട്ടാൽ അത് ലിഫ്റ്റ് ചെയ്യാം. ആ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഡെസിഗ്നേറ്റഡ് ഓഫീസർ? അപ്പോൾ ഇങ്ങനൊരു ഓഫീസർ എന്താണ് ഈ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ ആ ലിഫ്റ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? വിത്തിൻ 7 days, നേരത്തെ പ്രൊഹിബിഷൻ ഓർഡർ പോലെ തന്നെ വിത്തിൻ 7 days ആപ്ലിക്കേഷൻ കൊടുക്കണം. വിത്തിൻ 7 days ആപ്ലിക്കേഷൻ ഫോർ ദ ലിഫ്റ്റിംഗ് ഓഫ് എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ. അങ്ങനെയാണെങ്കിൽ എന്താണ്? Operator for such a certificate and on is being not satisfied, the said officer shall give a notice to the food business operator within period of 10 days indicating the reason for such decision. Okay, അപ്പം 7 ദിവസത്തിനുള്ള അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത ശേഷം ഓക്കെ സാറ്റിസ്ഫൈഡ് ആയി ഈ ഓർഡർ ലിഫ്റ്റ് ചെയ്യാം. ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്നു. സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ 10 ദിവസത്തിനകം ഇയാൾക്ക് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ നോട്ടീസ് കൊടുക്കുകയാണ്. നിങ്ങൾ എടുത്ത നടപടികൾ ഈ പറയുന്ന എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും, ഈ നടപടികൾ അത് മതിയാകുകയില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുകയില്ല എന്ന കാരണത്തോടുകൂടി എന്താണ് 10 ദിവസത്തിനുള്ളിൽ മറുപടി നോട്ടീസ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർക്ക് ഡെസിഗ്നേറ്റഡ് ഓഫീസർ കൊടുക്കും. കൺഫ്യൂഷൻ വരല്ലേ? ഇത് ജസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കുക. വേറൊന്നുമല്ല, ലിഫ്റ്റ് ചെയ്യണം, എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ ലിഫ്റ്റ് ചെയ്യണം. അതിന് ഞാൻ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, നിങ്ങളാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസ്, ഞാൻ നിങ്ങൾക്ക് ഒരു അപേക്ഷയാണ്, എനിക്കിങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്ന്, എനിക്ക് ഈ പറഞ്ഞ ഫുഡ് ബിസിനസ് നടത്താൻ സാധിക്കുന്നില്ല, അടിയന്തരമായി നിരോധിച്ചുകൊണ്ടുള്ള ഓർഡറാണ്, ഇതിൽ താങ്കൾ അതൊന്ന് ലിഫ്റ്റ് ചെയ്യണം, ഞാനിത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു അപേക്ഷ 7 ദിവസത്തിനുള്ളിൽ എന്താണ് ഇവർ ഈ ഓർഡർ വന്ന ശേഷം 7 ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുത്തു.
ഡെസിഗ്നേറ്റഡ് ഓഫീസർ അത് പരിശോധിച്ചു, വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം നിങ്ങൾ പരിശോധിച്ച ശേഷം പറയാണ് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. അല്ല, ഞാൻ വേണ്ട നടപടികൾ എടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അപേക്ഷ കൊടുത്ത ശേഷം 10 ദിവസത്തിനുള്ളിൽ എനിക്കൊരു മറുപടി നിങ്ങൾ തരും. എന്താണ് വേണ്ട നടപടികളൊന്നും ഇത് മതിയാകുന്നതല്ല, ഈ പറയുന്ന രീതിയിൽ താങ്കളുടെ ഈ പറഞ്ഞ അടിയന്തര നിരോധന ഉത്തരവ് അതെടുത്ത് മാറ്റാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അത്രയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നൽകാൻ സാധിക്കുകയില്ല എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. 35 ഏത് സെക്ഷൻ പ്രകാരമാണ് ഫുഡ് പോയ്സണിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. അത് സെക്ഷൻ 35 ആണ്. സെക്ഷൻ 35ലാണ് നോട്ടിഫിക്കേഷൻ ഫോർ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു നോട്ട് പോലെ എഴുതി വയ്ക്കുക, ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കണം. ഫുഡ് അതോറിറ്റിയാണ് FSSAI by notification require registered medical practitioners carrying on their profession in any local area specified in the notification to report all occurrences of food poisoning coming to their notice to such officer as may be specified. ഈ സെക്ഷൻ 35 പ്രകാരം ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് പറയുകയാണ്, എല്ലാ ലോക്കൽ ഏരിയയിലെയും രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അവരുടെ മുമ്പിൽ ഒരു ഭക്ഷ്യവിഷബാധയുടെ കേസുമായിട്ട് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത്തരം കേസുകൾ ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അതാത് ഓഫീസേഴ്സിന് അവിടെയുള്ള ഫുഡ് അതോറിറ്റിയിലേക്ക് അവരെ അറിയിക്കണമെന്നാണ് സെക്ഷൻ 35ലെ നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയ്സണിങ് പ്രകാരം പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ആ ലൊക്കാലിറ്റിയിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറയാം ഭക്ഷ്യവിഷബാധയായിട്ട് ഒരാൾ വരികയാണ്, ഡോക്ടർ പരിശോധിക്കണം, അവർക്ക് അത് ഭക്ഷ്യവിഷബാധയാണെന്ന് തിരിച്ചറിയുന്നു. അപ്പം ഇങ്ങനെ ഭക്ഷ്യവിഷബാധയുടെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം റിപ്പോർട്ട് ചെയ്യണം ഫുഡ് അതോറിറ്റിക്ക് മുമ്പിൽ. ഇവർ അതാത് കൺസേൺ ഓഫീസറിന് മുമ്പിൽ ഇവർ റിപ്പോർട്ട് ചെയ്യണം, ഇന്ന ആൾക്കാർ ഭക്ഷ്യവിഷബാധയായിട്ട് വന്നിട്ടുണ്ട്, ഇത്രയും പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഇത് അവരെ അറിയിക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 35. അതാണ് സെക്ഷൻ 35 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലായിട്ട്. ബാക്കി ഇതിൽ പറയുന്ന മിസലേനിയസ് ആയിട്ടുള്ളത് പല വകയായിട്ടുള്ള പ്രൊവിഷൻസ്. അതിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട, അകക്കാമ്പിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങി പറയണമെന്ന് ഞാൻ പറയില്ല, മനസ്സിലാവാനായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. പ്രധാനമായിട്ടും സെക്ഷൻ അറിയുക, സെക്ഷൻ എന്താണ് പറയുന്നത്, അതിൽ പ്രധാനമായിട്ട് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ് എന്താണ് ഈ പ്രൊവിഷൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ കാര്യം. പിന്നെ കോൺട്രാവെൻഷൻസ് പറഞ്ഞു, 3 ലക്ഷം രൂപ ശിക്ഷ ചെയ്ത് 2 ലക്ഷം രൂപയും 2 വർഷം പിഴയും കിട്ടുന്ന ഏത് വകുപ്പിലാണ് പറയുന്നത്, ഏതിനകത്താണ് പറയുന്നതൊക്കെ എന്ന് മനസ്സിലാക്കി. പ്രൊഹിബിഷൻ ഓർഡർ സെക്ഷൻ എമർജൻസി പ്രൊഹിബിഷൻ ഓർഡർ, ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് എപ്പോഴാണ് കൊടുക്കുന്നത്, ലൈസൻസ് എപ്പോഴാണ് കൊടുക്കുന്നത്, ഏത് സെക്ഷൻ പ്രകാരമാണ് കൊടുക്കുന്നത്, ലൈസൻസ് ആരാണ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാൽ മതി. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.